നമസ്കാരം. ആംസ്റ്റർഡാമിന്റെ തിരുവനന്തപുരത്ത് നടക്കുന്ന യൂറോപ്പിലേക്കുള്ള HR റിക്രൂട്ട്മെന്റിന്റെ ഇന്റർവ്യൂവിന്റെ കുറച്ച് അപ്ഡേറ്റ്സും ഒരു വെൽക്കം വീഡിയോയുമാണ് ഇത്. നിങ്ങളെ പേഴ്സണലായിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അയക്കുന്നത്. ശ്രദ്ധാപൂർവം കേൾക്കുക. നിങ്ങൾ ഓൾറെഡി അതിന്റെ രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അടുത്ത നടപടിക്രമങ്ങളിലൊക്കെ കഴിഞ്ഞ് നിങ്ങളെ ഒഫീഷ്യലി ഇമെയിലിലൂടെയും വാട്സാപ്പിലൂടെയും നമ്മുടെ ടീം മെമ്പേഴ്സ് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവാം. ഇനി എങ്ങനെയാണ് നിങ്ങൾ ആ ഇന്റർവ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങളോട് വിശദീകരിക്കുന്നത് ഞാൻ. കാരണം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ലൈസൻസ് കൺസൾട്ടന്റ് ആയ ആംസ്റ്റർ ട്രിവാൻഡ്രം ആണ് ഈ ഇന്റർവ്യൂ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ റിക്രൂട്ട്മെന്റ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചു തന്നെയാണ് നമ്മൾ ഈ ഇന്റർവ്യൂ അവിടെ ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്രൗഡ് ഉണ്ടാകുകയോ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വരുന്ന വിദേശത്തുനിന്ന് വരുന്നവർക്ക് കൃത്യമായ പ്രൊട്ടക്ഷനും അവരുടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആംസ്റ്റർ ഇമിഗ്രേഷന്റെ ആണ്. അതിൽ സഹകരിക്കേണ്ട ഉത്തരവാദിത്വം കാൻഡിഡേറ്റ് നിന്ന് നിങ്ങൾക്കും ഉണ്ടായിരിക്കും. നിങ്ങൾ കൃത്യസമയത്ത് മാത്രം എത്താൻ ശ്രമിക്കുക. ഇന്റർവ്യൂവിന് അരമണിക്കൂർ നേരത്തെ ഒന്നും എത്തണ്ട. എക്സാമ്പിൾ, നിങ്ങൾക്ക് 10:45 ഇന്റർവ്യൂ ടൈമെങ്കിൽ നിങ്ങൾ 10:45 മാത്രം അതിന്റെ പ്രിമിസസ് പരിസരത്ത് എത്താൻ ശ്രമിക്കുക. മുമ്പിൽ വന്ന് അവിടെ ക്രൗഡ് ഉണ്ടാക്കരുത്. അവിടെ ട്രാഫിക് ബ്ലോക്കോ കാര്യങ്ങളും നമ്മുടെ ഓഫീസ് പരിസരങ്ങളിൽ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ആദ്യം ഒരു സെക്യൂരിറ്റി വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇൻവിറ്റേഷൻ വാട്സാപ്പിലോ ഇമെയിലിലോ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഡോക്യുമെന്റ്സ് ഇവാലുവേറ്റ് ചെയ്ത ശേഷം സ്ട്രെയിറ്റ് ടു രജിസ്ട്രേഷൻ ആയിരിക്കും. രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഉണ്ടാവും. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത ശേഷം ഇതിന്റെ ടീം ലീഡേഴ്സിനെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ടീം ലീഡേഴ്സുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ക്ലാരിഫൈ ചെയ്യാം. അതിനുശേഷം ഞങ്ങളുടെ ലീഗൽ അഡ്വൈസേഴ്സിനെ മീറ്റ് ചെയ്യാം. അവരും നിങ്ങൾക്ക് ഇതിന്റെ നിയമവശങ്ങളൊക്കെ പറഞ്ഞു തരികയും അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. ശേഷം അവിടെ ആസ് എ ടീം ലീഡർ എന്ന നിലയിൽ ഞാനും ഇതിന്റെ യൂറോപ്യൻ ടീം ലീഡേഴ്സ് അവിടെ ഉണ്ടാവും. അവർ നിങ്ങൾക്ക് ഞങ്ങളെ മീറ്റ് ചെയ്യാം, നിങ്ങളോട് സംസാരിക്കാം. നിങ്ങളെ കാണാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിനുശേഷം ഫൈനലി നിങ്ങളുടെ ഇന്റർവ്യൂ, അതായത് കൺസൾട്ടന്റ് നിങ്ങളെ മീറ്റ് ചെയ്യും. ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം വീണ്ടും നിങ്ങൾക്ക് ഡോക്യുമെന്റേഷൻ സീനിയർ ഓഫീസറുമായിട്ട് മീറ്റ് ചെയ്യാം. മിസ്റ്റർ അഭിജിത്ത് അവിടെ ഉണ്ടാവും. അഭിജിത്ത് അതിന് കൃത്യമായി നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നൽകും. അതിനുശേഷമുള്ള പ്രൊസീജിയറിനെ പറ്റിയൊക്കെ അഭിജിത്ത് നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാം. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ നിങ്ങളുടെ കോർഡിനേറ്റേഴ്സുമായി സംസാരിച്ച ശേഷം ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തുക. അപ്പോൾ ഇതൊരു ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ ആയിട്ട് കരുതുക. ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ ഓൾറെഡി ഇന്നാണ്. നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊന്നും സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചോദിച്ചു പോവാം. ഫർദർ നമുക്ക് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടി ഈ ഒരു അവസരം എല്ലാവരും വിനിയോഗിക്കും, നമുക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ഇൻവിറ്റേഷൻ ആംസ്റ്റർഡാമിന് ഒഫീഷ്യലി കരുതുക. താങ്ക് യു സോ മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ദിസ് ഇവന്റ്.